She's very multi-talented. എല്ലാവരുടെയും ഹാർട്ട് ത്രോബ് ആയ ഒരാൾ, a woman with substance. That's how I would call her. Hello Akhila, welcome to the show. Thank you so much, Ashwati. ഈ ഒരു ചിന്തയോടുകൂടി മാത്രം തുടങ്ങിയ ഒരു കാര്യമാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. ഇവിടെയോ എല്ലാം തമ്മിലൊരു കണക്ഷൻ, പ്രണയം, മാരേജ്, കുട്ടികൾ. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഇവിടെ തോന്നാൻ പോകുന്നത് ഒരു റീയൂണിയൻ ഓഫ് സോർട്സ് ആണ് എന്നുള്ളത് അല്ലെ. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇവിടെ എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ. അപ്പം കാര്യസ്ഥൻ്റെ സെറ്റിലാണെങ്കിൽ ഞാൻ കളരിപ്പയറ്റ് അഭ്യസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും പിന്നെ കാര്യസ്ഥൻ ഭംഗിയാക്കി ബ്യൂട്ടിഫൈ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നായികയായിട്ട് കാണാൻ ഇപ്പോഴും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. സോ ടെൽ മീ. On our first episode, നമുക്ക് ആദ്യം വരുന്ന ഗസ്റ്റ്, ഷീസ് വെരി മൾട്ടി ടാലൻറ്റഡ്. എല്ലാവരുടെയും ഹാർട്ട് ത്രോബ് ആയ ഒരാൾ, എ വുമൺ വിത്ത് സബ്സ്റ്റൻസ്. ദാറ്റ്സ് ഹൗ ഐ വുഡ് കോൾ ഹർ. ഹലോ അഖില, വെൽക്കം ടു ദ ഷോ. Thank you so much, Ashwati, and thank you so much for those kind words. Let's be real എന്ന ഈ ഒരു തുടക്കത്തിന് ഒരുപാട് ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഞാൻ അഖിലയുടെ ഒരു ജേണി നോക്കുകയാണെങ്കിൽ, നമ്മളൊരു 4 വയസ്സിൽ അഖില ഡാൻസ് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ഉറപ്പാണ് കുറേ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ തകധിമി എന്ന് പറഞ്ഞ ഷോയിൽ റണ്ണറപ്പായിട്ട് വന്നു. അതിനുശേഷം എന്താ പറയുക, മാൻ സ്റ്റാർ സിംഗറിൽ ആങ്കർ ചെയ്തു. പിന്നെ 2 മെഗാ ഹിറ്റ് മൂവീസ് തന്നു ആസ് എ ഹീറോയിൻ. അപ്പോൾ യുവർ ജേർണി ഈസ് ലൈക്ക് തൊടുന്നതെല്ലാം പൊന്നാക്കി വരുന്ന ഒരു രീതിയായിരുന്നു. സോ വെൻ യു ലുക്ക് ബാക്ക്, ഒരു ഡെക്കേഡ് കഴിഞ്ഞു അത്. വെൻ യു ലുക്ക് ബാക്ക്, ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ലുക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഒരു ഇവൻറ്റ്സ് ആയിട്ട് കുറിച്ചിടുന്ന ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു എന്ത് നമ്മളുടെ ജീവിതത്തിലുള്ള കലാപരമായിട്ടുള്ള കലാകാരന്മാരാകുമ്പോൾ ഇപ്പം അശ്വതിക്കും എനിക്കും ഒക്കെ തന്നെ ഇപ്പം നമ്മളുടെ അശ്വതിയുടെ ടീം തന്നെ പറഞ്ഞുവല്ലോ, ഇപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഇവിടെ തോന്നാൻ പോകുന്നത് ഒരു റീയൂണിയൻ ഓഫ് സോർട്സ് ആണ് എന്നുള്ളത് അല്ലെ. ഒരു രീതിയിലൊക്കെ അതെ ഒരു സിമിലർ ജേർണീസും അങ്ങനെ ഇതുവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലും അല്ല, എനിക്ക് ഒട്ടും അങ്ങനെയല്ല തോന്നുന്നത്. അതെ, അതെ. ഇൻഫാക്ട് നമ്മളുടെ ആദ്യത്തെ ഫോൺ കോൾ 45 മിനിറ്റ്സ്. അതെ, ഫസ്റ്റ് ഫോൺ കോൾ ഞാൻ പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ആദ്യത്തെ കോള് ഞങ്ങൾ സംസാരിച്ചത് 45 മിനിറ്റ്. അതെ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും തന്നെ കൂടുതൽ അങ്ങനെ പെട്ടെന്ന് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളല്ല, പെട്ടെന്ന് ജെല്ലാവുന്ന ആളുകളല്ല. ജേർണി തിരിഞ്ഞു നോക്കുമ്പോൾ did it just happen? Yeah, it just happened. The only probably constant thought in mind all along the journey was to carry forward art and be a student of art. ബാക്കിയെല്ലാം അതിന്റെ ആ ഒരു രീതിയിൽ സംഭവിച്ച് ബൈ പ്രോഡക്റ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ് എല്ലാ കാര്യം. ഇപ്പൊ അതൊക്കെ ഓപ്പർച്യൂണിറ്റീസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഭയങ്കര ചൂസിയാണ് നമ്മള് പലപ്പോഴും I think we spoke about this as well. Sometimes what happens is you're very clear about what you don't want. ബാക്കിയുള്ള then it's very easy to say yes. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ബോധമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അത് പിന്നെ ചെയ്യണ്ടല്ലോ. ഏത് രീതിയിലാണെങ്കിലും എങ്ങനത്തെ ഇപ്പൊ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഏത് രീതിയിൽ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു നല്ല ബോധ്യം, നമുക്ക് വേണ്ടാത്തത് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഹെഡഡ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് വേണ്ടത് മാത്രം. അതെ. അപ്പൊ അഖില ഇങ്ങനെ ഓരോ ഉത്തരങ്ങൾ പറയുമ്പോൾ എനിക്ക് അതിന്ന് പുതിയ ആഴത്തിലുള്ള ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ തോന്നാം. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്ന പ്രേക്ഷകർക്കും കൂടെ വേണ്ടിയിട്ടാണ്, അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു കാര്യങ്ങളുണ്ട് അഖിലയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് എന്ന്. സോ വി നോ ദാറ്റ് യു വെയർ ഇൻ മിഡിൽ ഈസ്റ്റ്. ആ ലൈഫ് ഒന്ന് പറഞ്ഞു തരുമോ? ഹൗ വാസ് യുവർ മിഡിൽ ഈസ്റ്റ്? എങ്ങനെയാണ് ആ കണക്ഷൻ? കണക്ഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെയാണ് ജോലി ചെയ്തത്.
ഞാൻ ജനിച്ചത് ഇവിടെയാണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് മാസമായപ്പോൾ തന്നെ പോയതാണ്. അപ്പോൾ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് വെസ്റ്റ് ഏഷ്യ ആസ് വി കോളേജ് അവിടെയാണ്. പല രാജ്യങ്ങളിലായിട്ട് ഒമാനിലുണ്ടായിരുന്നു, സൗദി അറേബ്യയിലുണ്ടായിരുന്നു, ബഹ്റിനിലുണ്ടായിരുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് മൈ ലൈഫ് അവിടെയാണ്. ഇപ്പം എൻ്റെ ബ്രദർ അവിടെയാണ് ജനിച്ചത്. അപ്പം അങ്ങനെയാണ് അവിടുത്തെ ലൈഫ് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പീരിയഡ് ഐ തിങ്ക് ഓഫ് മൈ ലൈഫ്. ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒമാനിൽ നിന്ന് അച്ഛൻ സൗദി അറേബ്യയിലേക്ക് മാറിയ സമയത്ത്, ഷിഫ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും ഇവിടെ ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു കുറച്ച് കാലം, ചെറിയൊരു പീരിയഡിൽ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ സമയത്താണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത് ഡാൻസ്. അപ്പോൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. കലാമണ്ഡലം ചന്ദ്രയ ടീച്ചറുടെ കീഴിൽ പഠിച്ചു തുടങ്ങി ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അവിടെ പോയിട്ട് മറ്റു നല്ല ടീച്ചേഴ്സിനെ എല്ലാം കിട്ടി. പിന്നീട് കലാക്ഷേത്ര സ്റ്റൈൽ ആ ഒരു രീതിയിലേക്ക് കടന്നു. അങ്ങനെ പക്ഷേ അവിടെയും നടന്നിട്ടുണ്ട് എങ്ങനെയോ. ഐ തിങ്ക് വെൻ യു ഹാവ് എ വിൽ ടു ഡു സംതിങ്, അതല്ല, ഓർ എന്താ പറയുക, ഐ തിങ്ക് തിങ്സ് ജസ്റ്റ് ഹാപ്പൻ, ദ യൂണിവേഴ്സ് കൺസ്പയർസ് ആൻഡ് ഐ മെറ്റ് ദ റൈറ്റ് പീപ്പിൾ, ഐ മെറ്റ് ദ റൈറ്റ് ഗുരൂസ്. ഞാൻ അഖില ആദ്യം പറഞ്ഞ കാര്യം ആലോചിച്ചു. നമുക്ക് വിധിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അത് നടക്കും എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ, എവിടെ വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ലേൺഡ് ഭരതനാട്യം. അതെ, കേരളത്തിൻ്റെതായ കളരി. ഇവിടെയുള്ളവർ ഒരു കളരി പഠിക്കുന്നില്ല. കളരി ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. സർട്ടൻ തിങ്സ് യു ലേൺ ബിക്കോസ് യു വാണ്ട് ടു പെർഫോം ഇറ്റ് ഓൺ സ്റ്റേജ് സംടൈംസ്. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഇനിഷ്യൽ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് വായിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ഇതിലുണ്ടാവും. നമ്മളൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം, നമ്മൾക്ക് ഒരുപാട് സക്സസ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഡാൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുണ്ടാവും. ഐ തിങ്ക് വൺ തിങ് വിച്ച് ഐ നെവർ ഹാഡ് ഇൻ മൈൻഡ് വൈൽ സ്റ്റാർട്ടിങ് കളരി ഇസ് ഇതൊന്നും ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടോ ഒന്നും അല്ലാതെ, അതായത് അത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ കലാരൂപം എനിക്ക് അറിയണം എന്ന് ഈ ഒരു ചിന്തയോടുകൂടി മാത്രം തുടങ്ങിയ ഒരു കാര്യമാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. ഡാൻസിനെ പറ്റി പറഞ്ഞു. ഞാൻ ആക്ച്വലി ഒരു ക്ലാസിക്കൽ സിംഗറാണ്. ഞാൻ 4 വയസ്സ് മുതൽ അഖില ഡാൻസ് പഠിക്കാൻ പോയി എന്നെ പാട്ട് പഠിക്കാൻ വിട്ടു. ഞാൻ പഠിക്കാൻ പോയി എന്ന് പറയുന്നില്ല, കാര്യം ഞാൻ ഇത്രയും മടിച്ചായിരുന്നു, അതുകൊണ്ട് പഠിക്കാൻ വിട്ടു. സോ പക്ഷേ കുറേ നാൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഹിന്ദുസ്ഥാനി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ നോ ഹൗ ഡിഫറെൻറ്റ് ഇറ്റ് ഇസ്. ക്ലാസിക്കൽ പഠിച്ച ഒരാൾക്ക് ഹിന്ദുസ്ഥാനിയിലേക്ക് മാറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും, ദർ ഇസ് എ ലോട്ട് ഓഫ് ട്രാൻസിഷൻസ്, അൺവൈൻഡിങ് ആൻഡ് ഓൾ ഹാപ്പനിങ്. വാട്ട് അബൌട്ട് യു വെൻ you went to Mumbai to learn Kathak for 5 years? 5 വർഷം വിചാരിച്ചു പോയതാണോ, അവിടെ എത്തിയപ്പോൾ 5 വർഷം ആയതാണോ? 5 വർഷം. ഞാൻ മുംബൈയിലാവുന്ന സമയത്ത് വേറെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഐ തിങ്ക് ഹെൽപ്പ് മീ ഇൻ മൈ പ്രൊഡക്ഷൻസ് റൈറ്റ് നൗ. അപ്പോൾ അവിടെ ഞാൻ ആക്ടിങ്ങിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട് അനുപം ഖേർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. Okay, so from whatever I have seen, you are a woman with a very strong personality. So where does it come from? Is it from your roots or is it from your experiences? I think both. കാരണം I have grown up with a very feisty woman, my mother. Okay. And അമ്മയാണ് ഫാമിലിയുടെ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. And I've seen her get things done. എനിക്കാണെങ്കിലും വിശാഖനാണെങ്കിലും, വിശാഖ് ഇസ് മൈ ബ്രദർ, ശക്തിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ അമ്മയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ കണ്ട് പരിചയിച്ചിട്ടുള്ള, അതല്ലാതെ തന്നെയുള്ള നമ്മളുടെ റൂട്ട്സിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നൊരു അതായത് ശക്തിയാണ് സ്ത്രീ എന്നുള്ള ഒരു ബോധം വരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എക്സ്പീരിയൻസസ് ഓഫ് കോഴ്സ്. അമ്മ പറഞ്ഞ നോ അഖില നോ ആയോ? I don't want to do anything that will upset her also. That is of course there. Yeah. ഞാൻ പക്ഷേ നേരെ മറിച്ചാട്ടോ. ആണോ? അങ്ങനെയല്ല, അത് അമ്മേനോട് ചോദിക്കണം ചിലപ്പോൾ. അത് അമ്മേനെ എതിർത്തിട്ട് അങ്ങനെയല്ല. ബട്ട് ഇഫ് ഐ സീ ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി പറയും. ഞാൻ അല്ല അത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു തന്നെയാണ്. കാരണം അമ്മയതെ എനിക്ക് തോന്നില്ല അമ്മ ഇങ്ങനെ എക്സാക്ട്ലി. ഐ വാസ് ഓൾസോ ബ്രോട്ട് അപ്പ് ലൈക്ക് ദാറ്റ്. ഇൻഫാക്ട് എൻ്റെ അച്ഛനും അതെ, അമ്മയും അതെ. ഒരിക്കലും അങ്ങനെ എൻ്റെ മുകളിലോ വിശാഖിൻ്റെ മുകളിലോ ഒന്നും അങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന ഒരു, സ്പെഷ്യലി അച്ഛൻ അങ്ങനെ ഒരിക്കലും ഒരു കാര്യം എന്നോടോ വിശാഖിനോടോ അങ്ങനെ പറഞ്ഞു യു ഹാവ് ടു ഡു ദിസ് എന്നുള്ളൊരു സംഗതി ഉണ്ടായിട്ടേ ഇല്ല വീട്ടില്. ഹി വിൽ ഓൺലി ദിസ് ഇസ് മൈ ഒപ്പീനിയൻ എന്ന് മാത്രമേ അച്ഛൻ പറയുള്ളൂ. ആൻഡ് ദെൻ വി ഹാഡ് ദ ഫ്രീഡം ടു ചൂസ് ആൻഡ് ഹി വാണ്ടഡ് അസ് ടു ചൂസ്. അഖിലയായിട്ടിരിക്കുന്ന ഒരു സ്ഥലം എവിടെയാ?
ഞാൻ പൊതുവേ കുറച്ച് ഐ എൻജോയ് സോളിറ്റ്യൂഡ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. ഇറ്റ്സ് നോട്ട് ലോൺലിനെസ് ഓർ എനിത്തിങ്, ബട്ട് ഐ ലവ് മൈ സ്പേസ്. യുനോ, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഐ എം അൺഅപ്പോളജറ്റിക്കലി മീ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അശ്വതിയോട് സംസാരിക്കുകയാണെങ്കിലും, ഞാനൊരു സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിലും, പ്രേക്ഷകർക്ക് മുൻപിലാണ് എന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ ഫാമിലിയുടെ കൂടെയാണെങ്കിലും, എപ്പോഴും ഞാൻ ശ്രമിക്കാറുള്ളൊരു കാര്യം, അത് കോൺഷ്യസ്ലി ശ്രമം അങ്ങനെയല്ല, I think I'm unapologetically me in any given situation. I know you love to travel. Yeah, I do travel. Yeah, I like traveling. I like new things. I like to discover things. I think travel ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ നേച്ചറിനോട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ട്രാവലിൻ്റെ കാര്യമാണെങ്കിലും ഐ ലൈക്ക് തിങ്സ് ദാറ്റ് ആർ റോ. യുനോ, റോ ആയിട്ടുള്ള കാര്യങ്ങൾ. ഐ ലൈക്ക് ഹ്യൂമൻ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങൾ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രീഡം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു സ്പേസ്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഞാൻ ഇരിക്കുന്ന ഒരു സ്പേസ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാര്യം ഹസ്ബൻഡ് അദ്ദേഹത്തിനെ മാനേജ് ചെയ്യാൻ പറ്റും, കുട്ടിയാണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനും അമ്മു അമ്മു എന്ന് വിളിക്കുമെങ്കിലും ഹി ക്യാൻ മാനേജ് ബൈ ഹിംസെൽഫ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മൈ ചിൽഡ്രൻ, 2 കുഞ്ഞു ജീവനുകൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ബാക്ക് ഓഫ് മൈ മൈൻഡ് എപ്പോഴും ആ തോട്ട് ഉണ്ട്. സോ ഐ എം ഒക്യുപ്പൈഡ്. അപ്പം ഞാൻ എൻ്റെ ഫ്രീഡം ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എവിടെയോ. സോ ഇഫ് ഐ ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ റൈറ്റ് നൗ, വാട്ട് ഈസ് ദാറ്റ് യു ആർ മിസ്സിങ് ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ? What I miss? I don't think I miss anything. എന്തെങ്കിലും ചിലപ്പോൾ എനിത്തിങ്, ഞാനത് ഇത് തരുന്നില്ല. എനിക്ക് തോന്നുന്നിപ്പം മിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ ചില കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്, ഈ ഒരു കാര്യം പഠിക്കായിരുന്നു എന്നൊക്കെ. ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് ഞാൻ പഠിച്ചിട്ടില്ല. വിച്ച് പ്രോബ്ലി ഐ മൈറ്റ് ഡു ഇൻ ഫ്യൂച്ചർ. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ മാത്രം. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ പഠിച്ച ആളാകില്ല. പൊളിറ്റിക്കൽ സയൻസ് അത് വെറുതെ പഠിച്ചതല്ല, ഓരോന്നിലും MA എടുത്തിരിക്കുന്ന വ്യക്തി. അത് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ്. 3 MA കൈകാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, പല ഏരിയ ഫിസിസിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ആൾ. അപ്പോൾ അത് പലതും ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വേർഷൻ ഓഫ് അഖില പോയോ? അതൊക്കെ പറഞ്ഞ സമയത്ത് അതാ ഞാനത് ഹിന്ദി കണ്ടിരുന്ന, ബിക്കോസ് ഐ വാണ്ടഡ് ടു ഹിയർ യുവർ ആൻസേഴ്സ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ലൈക്ക് ദിസ് മൈ മൈൻഡ് സെറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. യു നോ, ദാറ്റ് ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ലീവ് ഇറ്റ് ദേർ. ഞാൻ പിന്നെ അതിനെ കുറിച്ച് അങ്ങനെ നോക്കാറില്ല, തിരിഞ്ഞങ്ങനെ നോക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ദിസ് വേ, ഓക്കെ ഇറ്റ് ഹാസ് ഹാപ്പൻ ദിസ് വേ എന്ന് ചിന്തിക്കുന്ന ഒരു ആളായതുകാരനായിരിക്കാം. ബട്ട് ദിസ് ഇസ് പ്രോബ്ലി വൺ തിങ്. അറ്റ് വൺ പോയിന്റ് എനിക്ക് ഫിസിസിസ്റ്റ് ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ പലപ്പോഴും ഇങ്ങനെ നമ്മളോട് ചോദിക്കുമല്ലോ എന്താണ് ആവേണ്ടത്. അപ്പോൾ ഞാൻ ഫിസിസിസ്റ്റ് ആൻഡ് ഡാൻസർ എന്നായിരുന്നു എഴുതി കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. അപ്പം അത് എനിക്ക് തോന്നുന്നു ഫിസിക്സ് ഒരു പക്ഷേ കുറച്ചും കൂടെ ഹയർ സ്റ്റഡീസ് ചെയ്യാമായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. യാ, that might be something. What is your contribution towards dance as an artist? വളരെ റീസെൻ്റ് ആയിട്ട് ഞാൻ 2 പ്രൊഡക്ഷൻസ് ചെയ്തു. വൺ ഇസ് രസപ്രവാഹ ആൻഡ് ദി അതർ വൺ ഇസ് നാഗവൈഭവം. അതിൽ രസപ്രവാഹ എന്ന് പറയുന്നത് ഒരു ഭരതനാട്യം ബേസിൽ തന്നെ ഒരു ഉപനിഷദിക് ഒരു കോൺസെപ്റ്റ് ഓഫ് രസോ വൈസഹ, നമ്മുടെ നാട്യശാസ്ത്രത്തിലുള്ള രസയുടെയും ഒരു സമന്വയം. ആ 2 കോൺസെപ്റ്റ്സും എങ്ങനെ യോജിപ്പിച്ച് അത് പറഞ്ഞു പോകുന്നത് കവിഗുരു കാളിദാസൻ്റെ കുമാരസംഭവത്തിൻ്റെ കഥയിലൂടെയാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് രസ, അതാണ് രസപ്രവാഹ എന്ന് പറയുന്നത്. അത് ഒരു പ്രൊഡക്ഷൻ. മറ്റൊന്ന് ചെയ്തത് നാഗവൈഭവം എന്ന് പറയുന്നതാണ്. അതിലാണ് കളരിപ്പയറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്ത ഒരു സംഗതി. ഐ ഡിസ്ക്രൈബ് ഇറ്റ് ആസ് എ ഫ്യൂഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ട്രഡിഷൻ. ഇപ്പം കുറേ വിഷ്വൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കളരിപ്പയറ്റുണ്ട് അതിൽ. അപ്പം ബേസിക്കലി അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തി 7 ചക്രങ്ങളിലൂടെ സഹസ്രാരത്തിൽ എത്തുന്ന ആ ഒരു ഉണർവിൻ്റെ ഒരു ജേണിയാണ്. അതൊരു കഥയിലൂടെ പറഞ്ഞ് അത് that, you know, it is an outer and an inner journey. And your brother?
My Tell me brother, about your brother. What is he doing? he is an ISRO scientist, ISROയിലാണ്. Younger brother ആണ്. യങ്ങർ ബ്രദറാണ്. അവനിപ്പോൾ IISc ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, ഡെപ്യൂട്ടേഷനിൽ തന്നെയാണ്, സ്റ്റിൽ പാർട്ട് ഓഫ് ISRO ഓൺലി. ഇതാണ് എൻ്റെ യങ്ങർ ബ്രദർ. കുടുംബം, അതെ ഫാമിലി. അതെ. അഖില ഭയപ്പെടുന്നത് എന്തിനാ ജീവിതത്തിൽ? റിഡണ്ടൻറ്റ് ആവുന്ന വിത്ത് ഐഡിയാസ് ഭയമല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഐ എം സംബഡി ഹു ലൈക്സ് ടു കീപ് ഇന്നോവേറ്റിംഗ് ഇൻ ടേംസ് ഓഫ് ജസ്റ്റ് ദ പേഴ്സൺ ഐ എം. അത് എന്തിലും ആവാം, നോട്ട് ടു ഷോ എനിബഡി ഓർ നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് യുവർ ആർട്ട് ആൻഡ് വാട്ട് യു ആർ ഷോ കേസിങ്, ബട്ട് ജസ്റ്റ് ടു കീപ് ദറ്റ് യു നോ ദറ്റ് യു ആർ അപ്ഡേറ്റഡ്, നമ്മളുടെ ആ ഒരു കാര്യത്തിൽ ആസ് എ ഹ്യൂമൻ ബീങ്. വാട്ട് വുഡ് ബി യുവർ ഡെഫിനിഷൻ ഓഫ് പ്രണയം, മാരേജ്, കുട്ടികൾ? You have a definition or No, or I don't. you haven't thought about it? I don't want to define anything, honestly. കാരണം നമ്മൾ അത് പ്രണയമാണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ മറ്റെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തിനാ ഡിഫൈൻ ചെയ്യുന്നത്? ലെറ്റ് ദ ബ്യൂട്ടി റൊമാൻറ്റിക് ആണോ? ഐ തിങ്ക് ഐ ആം. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇവിടെ എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ. അത് പറഞ്ഞപ്പോ പുറത്തുപോയി. പോയോ? ഇല്ല, അതിന്റെ മുമ്പേ പോയില്ലേ, കേക്കണ്ട. അതെ, റൊമാൻറ്റിക് ആണോ? അത് കാരണം നമ്മൾ ഈ മറ്റേ നമ്മൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അല്ല, റൊമാൻറ്റിക് ഇറ പോയട്രിയും ഓഫ് കോഴ്സ് ദാറ്റ് മീൻസ് ഇമാജിനേഷൻ. പക്ഷേ എന്താ പാട്ടുകളും പൊതുവെ കലാകാരന്മാർ കുറച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം ഇമാജിനേഷനിൽ അങ്ങനെയാണ്. ആ ഒരു രീതിയിൽ ഇപ്പൊ കവിതകൾ എഴുതുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ആ കവിത ഞാൻ കണ്ടു, ഞാൻ വായിച്ചു. അതെ അതെ. അപ്പൊ അതിലൊക്കെ ആ ഒരു കണ്ടില്ലേ, ആ ഒരു സ്ട്രീക്ക് കണ്ടില്ലേ? ആ രീതിയിൽ എന്തായാലും നമ്മള് ഒരു ഇറ്റ്സ് ഓൾവേസ് ദെയർ. ഇന്ന് ഈ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ വാട്ട് ഈസ് യുവർ സക്സസ് ഡെഫിനിഷൻ? സക്സസ് ടു മീ ഇസ് ദാറ്റ് ഐ എം ഗ്രോയിങ് എവറി ഡേ. എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് അഖിലാസ് ഒബ്സെഷൻ? 2 cups of tea a day. റൈറ്റ്. ഞാൻ അത് ഇപ്പൊ എക്സ്പെക്ട് ചെയ്യായിരുന്നു. ഞാൻ ചോദിച്ചു മേ ബി ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ 2 cups of tea a day. ഒരു 3-4 ചോദ്യങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അഖിലയ്ക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഞാനത് ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ അമ്മയുടെയാണ്, വിശാലിൻ്റെ അമ്മയുടെയാണ്. അപ്പം അമ്മ ചോദിച്ചത് അഖിലെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. പ്രത്യേകമായിട്ട് അമ്മ എടുത്ത് ചോദിച്ചത് അഖില ഭാവിയിൽ ഒരു പുസ്തകം എഴുതാൻ സാധ്യതയുണ്ടോ, അമ്മയ്ക്ക് അങ്ങനെ മനസ്സിൽ തോന്നി എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും. അത് ആന്റിക്ക് എന്ത് ഒരു ഇതിലാണ് അതങ്ങനെ തോന്നിയത്? അമ്മ ഒരു അസ്ട്രോളജറാണ്. സോ അമ്മ എടുത്ത് ഞാൻ പറഞ്ഞു അമ്മ ഒരു ചോദ്യം അമ്മയ്ക്ക് മനസ്സിൽ തോന്നുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എനിക്കിപ്പോൾ അത് കേട്ടപ്പം ഇത് വന്നു കേട്ടോ, സത്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഇവരും കാണുന്ന പ്രേക്ഷകരും എല്ലാവരും എന്നെ പിടിച്ച് തല്ലും. കാര്യം ഞാൻ ചോദിച്ചു വന്നപ്പോൾ അഖിലയുടെ സിനിമയുടെ ഏരിയാസ് ഒന്നും ടച്ച് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഇതെനിക്ക് അയച്ചു തന്നിരിക്കുന്നത് എൻ്റെ ട്രെയിനറാണ്, എൻ്റെ പേഴ്സണൽ ട്രെയിനർ, അദ്ദേഹത്തിൻ്റെ വൈഫ്. അവരുടെ പേരും അശ്വതി എന്നാണ്. അപ്പം അശ്വതി ചോദിച്ചിരിക്കുന്നത്, വെൻ യു ലുക്ക് ബാക്ക് അറ്റ് യുവർ ഫിലിം ഡേയ്സ് നൗ, വാട്ട് ഫീലിങ്സ് കം ഫസ്റ്റ്? ഹാപ്പിനെസ്, നൊസ്റ്റാൾജിയ ഓർ സംതിങ് എൽസ്? ഇസ് ദർ anything that you would have done differently? Happiness, I think. Happiness ആണ്. കാരണം ഇറ്റ്സ് സ്റ്റിൽ അലൈവ് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. പീപ്പിൾ സ്റ്റിൽ കോൾ മീ ബൈ മൈ ക്യാരക്ടർ നെയിം. ശ്രീബാല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കണ്ട ഉടനെ തന്നെ കാര്യസ്ഥൻ എന്ന് പറയുന്ന. അപ്പം ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വളരെ ലൈവായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ സിനിമയുടെ 2 ക്യാരക്ടേഴ്സ് ആണെങ്കിലും അല്ലേ? അതെ അതെ. ഒരു സെന്റൻസ് കൂടി ആ കുട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈവൻ വിത്ത് സ്മോൾ നമ്പർ ഓഫ് ഫിലിംസ് പീപ്പിൾ സ്റ്റിൽ റിമെമ്പർ യു. ഹൗ ഡസ് ദാറ്റ് ഫീൽ ആൻഡ് ഡു യു തിങ്ക് ഡൂയിങ് ഫ്യൂർ ഫിലിംസ് മെയ്ഡ് യുവർ ജേർണി more meaningful in some way? I do feel that actually. I do feel that. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഓർത്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. ദാറ്റ് പ്രോബബ്ലി ദ ബെസ്റ്റ് ചോയ്സ് ഐ മെയ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. കാരണം ബാക്കി പല സർക്കംസ്റ്റാൻസസും ഉണ്ടല്ലോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ. ഐ മീൻ യു ഓൾസോ നോ എവറിത്തിങ്. എനിക്ക് തോന്നുന്നു ആ 2 സിനിമകൾ ചെയ്ത് അത് മാത്രം ചെയ്തത് ഒരു പക്ഷേ അന്ന്
അങ്ങനെ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. ഇന്ന് എനിക്ക് അത് ഫീൽ തോന്നുന്നുണ്ട് ദാറ്റ് പ്രോബബ്ലി ഇറ്റ് വാസ് ദ റൈറ്റ് തിങ് ടു ഹാവ് ഹാപ്പൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നുള്ളത് തോന്നുന്നുണ്ട്. വെൻ യു കണ്ടിന്യൂ യുവർ ജേർണി യു ഗോ ത്രൂ സോ മെനി തിങ്സ്, സോ മെനി എക്സ്പീരിയൻസസ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരു ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ തന്നെ ഒരുപാട് എക്സ്പാൻഷൻ ഉണ്ടായി. എന്നിട്ട് ഇന്ന് ഇവിടെ ഇന്നിപ്പം വന്ന് നിൽക്കുന്ന സമയത്ത് അതും ഒരു ബ്യൂട്ടിഫുൾ പ്രസൻസ് ആയിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. കറക്റ്റ്. ആൻഡ് it also invigorates you to go forward in a very positive manner, look forward to great things as well. എനിക്ക് തോന്നുന്നു അത് everything happened the way it had to happen. ഇനി ഞങ്ങളുടെ ടീം ഒരു 3-4 നല്ല ചിത്രങ്ങൾ അഖിലയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെമ്മറീസ് മേ ബി ഇതിപ്പോൾ ഞാൻ ചോദിക്കുകയല്ല, ഇത് കണ്ടു കഴിയുമ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നത്, ആ ഒരു ഓർമ്മകൾ. ഓക്കെ, എങ്ങനത്തെ ചിത്രങ്ങളാണ്? സോ വെൻ യു സീ ദിസ്, just tell us what was the experience, how did this happen, how was the journey, whatever comes to your mind. This is the first one. Okay. This is എൻ്റെ ഒരു ഹിമാലയൻ ട്രെക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണ്. അതായത് സന്ദക്പു ഫാലൂത്ത് എന്ന് പറയുന്ന ഒരു ട്രെക്കിന് പോയ സമയത്ത്, സോ വാട്ട് യു സീ ബിഹൈൻഡ് സ്ലീപ്പിംഗ് ബുദ്ധയാണ്. സ്ലീപ്പിംഗ് ബുദ്ധയുടെ വ്യൂ അറ്റ് സൺറൈസ് ആണ്. അത് നമ്മൾ ആദ്യം ഡാർജിലിംഗിൽ പോയിട്ട് പിന്നെ ഈ ഒരു ട്രെക്ക് ചെയ്യാണ്. അപ്പൊ ആ സൺറൈസിന് പോയി നിൽക്കുന്ന സമയത്ത് എടുത്ത പിക്ചറാണിത്. ഒറ്റയ്ക്കാണോ പോയേ? സോളോ ട്രിപ്പ് ആയിരുന്നോ? സോളോ ട്രിപ്പ് ആയിരുന്നു. മൈ ബ്രദർ വാസ് ദർ. അതാണ് ഈ ഒരു സംഗതി. ഒരു പിക്ചറും കൂടിയുണ്ട്. അയ്യോ, കാര്യസ്ഥനാണോ ഇത്? കാര്യസ്ഥനാണ്. ജെയിംസ് ബോണ്ട് പോലെ ഉണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഫേസ്ബുക്കിലൊക്കെ എന്തോ ഇട്ടിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ എന്തൊക്കെയോ ഫണി കമന്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യസ്ഥനിലെ ഒരു കൃഷ്ണ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, കോളേജ് ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു പാട്ടുണ്ട് കൃഷ്ണ. അതിന്റെ ഭാഗമായിട്ടുള്ള ഏതോ ഒരു സ്റ്റെപ്പിന്റെ അറ്റം ഇത് എന്തോ അതിന്റെ ഇടയിലെടുത്ത് എന്തോ ഫോട്ടോ ആണെന്നാ തോന്നുന്നത്. അതെ, ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. ഒരു ജെയിംസ് ബോണ്ട് ഹീറോയിന്റെ എല്ലാ പരിവേഷവും ഇതിനുണ്ട്. ഇവിടുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്. അടിപൊളി. ഇനി നമുക്ക് we have to give her. I have something very 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 special for you. എനിക്ക് സ്പെഷ്യൽ, അത് കിട്ടുന്ന ആൾക്ക് സ്പെഷ്യൽ ആണോ എന്തോ. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഇത്. ഞാനും വിശാലും കൂടെ ഇന്നലെ ഞങ്ങൾ പോയി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. I don't know whether you will like it, but I thought you will like it. I'm sure I'll like it now knowing you. ഭയങ്കര വലിയ ഇൻട്രൊഡക്ഷനാ. ഇതെങ്ങാനും കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇത്രയും തള്ളി മറിച്ചിട്ട്. ഇന്നലെ ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് I called you. ഞങ്ങളത് വാങ്ങി വരുന്ന വഴിക്കാൻ ഞാൻ വിളിച്ച്. ഞാൻ ഇതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കി ബ്യൂട്ടിഫൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. സത്യം, ഞാൻ രാത്രി ഇൻസ്റ്റമാർട്ടിൽ നോക്കിയപ്പോൾ ഡെലിവറി നാളെ ഉച്ചയ്ക്ക് 12 മണി. അപ്പോൾ കിട്ടിയിട്ട് കാര്യമില്ല. എനിക്കൊരു ഇങ്ങനെ ഒരു കവറൊക്കെ വെച്ച് ഇങ്ങനെ തൽക്കാലം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇറ്റ്സ് സോ മച്ച് ലവ്, എഫെക്ഷൻ, എവറിത്തിങ്. താങ്ക് യു അശ്വതി, താങ്ക് യു. ഇതെങ്ങനെ തുറന്ന് ആൾക്കെങ്ങാനും ഇഷ്ടപ്പെട്ടിട്ടേക്ക് അശ്വതി തകർന്നു. ഞാൻ അത്ര ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ല, അതെനിക്കിപ്പോൾ കാണിക്കാനും പറ്റില്ലല്ലോ. ആ ഗിഫ്റ്റ് റാപ്പ് തുറക്കുന്ന പോലെ ഞാൻ തുറക്കുന്ന പോലെ തന്നെ. ഗിഫ്റ്റ് റാപ്പ് തുറക്കുന്ന പോലെ ഞാൻ തുറക്കണ പോലെ ഉണ്ട്. അതെ. ഓക്കെ. ടെൻഷൻ. ഓക്കെ, തിരിച്ച് തുറക്കേണ്ടി വരുമായിരിക്കും. യെസ്. ഓക്കെ. ഐ തിങ്ക് ഐ എം ഗെസ്സിങ് വാട്ട് ഇറ്റ് ഈസ്. അതുകൊണ്ട് കാര്യമില്ല, അത് തൽക്കാലം കവർ ചെയ്യാൻ ഒട്ടിച്ചു. ആണല്ലേ? അത് സെലോടേപ്പ് തുറന്നിട്ട് കാര്യമില്ല. ഓക്കെ. ഞാൻ ഇൻഫാക്ട് യു വോണ്ട് ബിലീവ് ദിസ്, ഓ മൈ ഗോഡ്,
നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്ത സമയത്തെ ഞാൻ ആ ഒരു വിശാലിനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു നമ്മളുടെ ആ ഒരു ഇതില്ലേ അതിന്റെ അതേ ഫീലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാനത് തുറക്കണ്ടോ. ഉണ്ടോ ഇത് വീട്ടിലുണ്ടോ? ഇല്ല. സമാധാനം. ഇല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Now let me do that for you. യെസ്. സോ ഓപ്പൺ ചെയ്തുതരാം. ഇത് വീട്ടിൽ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പോൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് വാങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണത്. അതെ, ഞങ്ങൾ ആഗ്രഹിച്ച് ദൈവമേ തുറക്കാനിപ്പോൾ ഇത് ഞാനിത് എന്താന്ന് പറയട്ടെ. ദിസ് ഇസ് കണ്ടിട്ടുണ്ടോ? ഇത് ബുദ്ധ ബോൾ, സിംഗിങ് ബോൾ എന്ന് പറഞ്ഞിട്ട് ഇത് അല്ല, ഇത് ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാര്യത്തിനും ഒക്കെ ആയിട്ട്. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മൾ ബുദ്ധിസ്റ്റ് ഇതിലൊക്കെ നോക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാനും ഇതിനും അവരുടെ ജീവിതം മൊത്തം ഈ ബൗളിലേക്ക് മാത്രമായിട്ട് അവർ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ട്രൈ ചെയ്യുന്നു. ഫിംഗേഴ്സ് കൊണ്ട് പിടിക്കരുത്. കൈ മൂവ് ചെയ്യരുത്. ചെയ്ത് കിട്ടും. Do you get that vibration? Yeah. Nice. സെറ്റായി. ഓക്കെ.